ഡിവൈഎഫ്ഐയുടെയും CITUവിന്റെയും ആഭിമുഖ്യത്തിൽ മെയ് 19 അഭിലാഷ് രക്തസാക്ഷി ദിനം സംഘടിപ്പിച്ചു. കച്ചേരിപ്പടി മൈതാനിയിൽ നിന്ന് പ്രകടനം ആരംഭിച്ച് മുനമ്പം അയ്യാരവളവിൽ സമാപിച്ചു. അതിനുശേഷം നടന്ന അനുസ്മരണ സമ്മേളനം സഖാവ് T. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സഖാവ് CN ഷൈജു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സഖാവ് അമൽരാജ് അധ്യക്ഷത വഹിച്ചു. സഖാവ് AP പ്രിനിൽ, MK ഗിരീഷ്, AS അരുണ, KV നിതിൻ തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും നൽകി. ഇതിനോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണവും വിതരണം നടന്നു. സഖാവ് ആഷിഖ് നന്ദി പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെയും CITUവിന്റെയും സമുചിതമായി ആചരിക്കുകയാണ്. വിദ്യാഭ്യാസ പുരസ്കാരവും മറ്റ് പഠനോപകരണങ്ങളും വാങ്ങാനെത്തിയിട്ടുള്ള നമ്മുടെ കൊച്ചുമക്കളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, സഖാവ് JT അഭിലാഷിൻ്റെ 19ാമത് രക്തസാക്ഷി ദിനമാണെന്ന് 2005 മെയ് 19 സഖാവിനെ RSS ഗുണ്ടാ മാഫിയ സംഘങ്ങളുടെ അരിങ്കൊലയ്ക്ക് ഇരയായത്. ഈ കൊലപാതകത്തിൽ അവർ കരുതിയതുപോലെ ഇടതുപക്ഷത്തിൻ്റെയും തൊഴിലാളി സഖാക്കളുടെയും തൊഴിലാളി യൂണിയന്റെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും ശക്തി ക്ഷയിപ്പിക്കാമെന്ന് അവർ കരുതിയെങ്കിലും ഈ വന്നിരിക്കുന്ന ജനക്കൂട്ടത്തെ കണ്ടാൽ ഏതൊരു സഖാക്കൾക്കും നാട്ടുകാർക്കും മനസ്സിലാകും ഇടതുപക്ഷത്തിൻ്റെ ശക്തി ക്ഷയിപ്പിക്കാനായിട്ട് ഒരു കൊലപാതകത്തിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും ശാരീരികമായി ആക്രമിച്ചാലോ നടക്കില്ല എന്നുള്ളത് ഈ ജനക്കൂട്ടത്തെ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. 19ാമത് രക്തസാക്ഷി ദിനമാണ് ഇന്നൊരു 19-ാം തീയതിയാണ്. മെയ് മാസം 19-ാം തീയതി 19ാമത് രക്തസാക്ഷി ദിനമാണ്. ഇന്ന് സഖാവ് നയനാരുടെ 20ാമത് അനുസ്മരണ ദിനമാണ്. ഏതാണ്ട് അനുസ്മരണ ദിനങ്ങളും മാസദിനങ്ങളും എല്ലാം ഏതാണ്ട് യോജിച്ചു വരുന്നതാണ്. രക്തസാക്ഷി ദിനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലാണ്. കാരണം ഒരാൾ രക്തസാക്ഷിയാകുന്നത് അറിഞ്ഞുകൊണ്ടല്ല. എനിക്ക് വിവാഹം കഴിക്കണം, എനിക്ക് സിനിമയ്ക്ക് പോകണം എന്നൊക്കെ പറയുന്നത് അറിഞ്ഞുകൊണ്ടാണ്. പക്ഷെ എനിക്ക് രക്തസാക്ഷിയാകണം എന്നാണ് പറയാറില്ല. പക്ഷേ നിണമടിഞ്ഞ രാഷ്ട്രീയവും അവിശ്രമമായ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും ഇടയിൽ മരണഭയമില്ലാതെ ഇടപെടുമ്പോൾ വീണുപോകുന്നവരുടെ പേരാണ് രക്തസാക്ഷി എന്ന് പറയുന്നത്. മരണഭയമുള്ള ആർക്കും രക്തസാക്ഷിയാകേണ്ടി വരില്ല. അവർക്ക് ഭയത്തിന്റെ ഭാഗമായി മാറി മാറി നിൽക്കേണ്ടി വരും. രക്തസാക്ഷി എന്ന് പറയുന്നത് മരണഭയമില്ലാതെ അവിശ്രമമായി സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുന്നവരുടെ പേരാണ്. എല്ലാ രക്തസാക്ഷിത്വങ്ങളും അങ്ങനെയാണ്. ലോകത്തുണ്ടായ എല്ലാ രക്തസാക്ഷിത്വങ്ങളും എന്ന് പറയുന്നത് അങ്ങനെയാണ്. അവരെല്ലാം അവിശ്രമമായ പ്രവർത്തനമാണ്. സ്നാപക യോഹന്നാൻ മുതൽ യേശുക്രിസ്തു മുതലുള്ള ആളുകളെ നോക്കിയാൽ അങ്ങനെയാണ്. അവർക്കറിയാമായിരുന്നു അവർക്ക് അവരുടെ ആ രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരുപക്ഷെ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടം നിയന്ത്രിക്കുന്ന കാവൽ പട്ടികളുടെ അല്ലെങ്കിൽ കാവലാളന്മാരുടെ പ്രതിഷേധത്തിന് വിധേയമാകുമ്പോൾ തീർച്ചയായും അതിന്റെ ഭാഗമായി തനിക്ക് കുഴപ്പമുണ്ടാകുമെന്നറിയാമായിരുന്നു.
അതാണല്ലോ സ്നാപയോഹന്നാൻ പറഞ്ഞത്. എന്റെ സമയമായി എന്നാണോ നിങ്ങൾ എന്നെ അറിയിക്കുന്നത്? നിങ്ങൾ എന്നെ വിളിക്കാൻ വന്നത് ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിനല്ല എന്ന് എനിക്കറിയാം. നിങ്ങളുടെ രാജാവ്, മുഴുക്കുടിയനായ നിങ്ങളുടെ രാജാവ്, അണലി സന്തതിയായ നിങ്ങളുടെ രാജാവ് മതോന്മത്തനാണ്. മതോന്മത്തനായ നിങ്ങളുടെ രാജാവിന്റെ ഭരണത്തെ ഞാൻ എതിർത്തത് കൊണ്ട് ഒരു കാരണവുമില്ലാതെ നിങ്ങൾ എന്നെ ജയിലിലാക്കി എന്നത് എനിക്കറിയാം. നിങ്ങൾ ഇപ്പൊ എന്നെ വിളിക്കാൻ വന്നത് എന്നെ കൊല്ലാനോ? സ്നാപയോഹന്നാൻ തിരിഞ്ഞു നിന്നുകൊണ്ടാണ്, ജയിലിൽ തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ഈ ഭരണ ആളുകളോട് പറഞ്ഞത്. എന്തിനായിരുന്നു കൊലപാതകം എന്ന് പറയുന്നത്? സലോമിയാണ്. കൊലപാതകത്തിന് പറഞ്ഞത് സലോമിയാണ്. സലോമി എന്ന് രാജാവിന്റെ മുമ്പിൽ നൃത്തം ചെയ്ത് വലിയ സൗന്ദര്യമായ നൃത്തവും സുന്ദരിയായ സലോമി. ആ സലോമിയുടെ സൗന്ദര്യാത്മകതയിൽ വശീകരിക്കപ്പെട്ടിട്ടുള്ള രാജാവ് നൃത്തമെല്ലാം കഴിയുമ്പോൾ ചോദിക്കും, നിനക്ക് എന്ത് സമ്മാനമാണ് ഞാൻ തരേണ്ടത്? അപ്പോ സലോമി പറയും, എനിക്ക് വേറെ സമ്മാനം തരണ്ട, ആ ജയിലിൽ കിടക്കുന്ന സ്നാപകന്റെ തല വെട്ടി ഒരു താലത്തിൽ വെച്ച് തന്നാൽ മതി. അങ്ങനെയാണ് തല വെട്ടി താലത്തിൽ വെച്ച് കൊടുക്കുന്നത്. തല താലത്തിൽ വെച്ചുകൊണ്ട് തല പ്രസംഗിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ജീവനില്ലാത്ത തല പറയും, നീ ഇതിന്റെ പാപഭാരം എത്ര തലമുറ ചുമന്നാലും തീരാൻ പോകുന്നില്ല. അതാണ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. ഇപ്പോഴല്ല, കമ്മ്യൂണിസ്റ്റുകാർ രക്തസാക്ഷിയാകുമ്പോൾ പലവർക്കും ഔക്ഷണ്യമുണ്ടാകും. കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ ബോധപൂർവ്വം രക്തസാക്ഷിയാവാൻ നടക്കുന്നവരാണെന്നിരിക്കും. ഞാൻ ചോദിക്കട്ടെ, അധ്വാനിക്കുന്നവരും ഭാരം വലിക്കുന്നവരും വിശക്കുന്നവരും വേദനിക്കുന്നവരും എന്റെ അടുത്ത് വരും, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് വരുന്നത്? ആരൊക്കെയാ വരേണ്ടത്? കൊട്ടാരത്തിലെ പ്രമാണി വരേണ്ട, രാജകുമാരന്മാർ വരേണ്ട, തമ്പുരാക്കന്മാർ വരേണ്ട, ഷെയർ മാർക്കറ്റിലെ ആളുകൾ വരേണ്ട, ബ്ലേഡ് കമ്പനി നടത്തുന്ന ആളുകൾ വരേണ്ട. പകരം ആര് വരണം? യേശു പറഞ്ഞു, വരേണ്ടത് അധ്വാനിക്കുന്നവനും ഭാരം വലിക്കുന്നവനും വിശക്കുന്നവനും വേദനിക്കുന്നവനും വന്നാൽ മതി. ആർത്തനാദങ്ങൾ കേൾക്കാം. പതാകയിൽ നിന്ന് പകല് റോട്ടിൽ വെച്ച് കുടഞ്ഞു വീണ് മരിച്ച മകന്റെ നിലവിളി കേൾക്കാം. പ്രിയപ്പെട്ടവരെ, സഹോദരന്റെ മരണത്തിന്റെ ശബ്ദം കേൾക്കാം. ഈ പതാകയിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ലോകത്ത് ഈ പതാകയിൽ നിന്ന് മരണത്തിന്റെയും വികലതയുടെയും വേദന കേൾക്കാം. കമ്മ്യൂണിസ്റ്റുകാരെ അതാണ് പറഞ്ഞ. കമ്മ്യൂണിസ്റ്റുകാരൻ ഇടവഴികൾ, പെരുവഴികൾ, മലവഴികൾ താണ്ടിയാണ് പറഞ്ഞത്. അതിലാണ് ഒരു കുഞ്ഞാണ് അഭിലാഷ്. ഇവിടെ അഭിലാഷാണെങ്കിൽ പലയിടത്തും വേറെ വേറെ പേരിലായി. തൃശ്ശൂര് ചെന്ന കൊച്ചനിയനാകാം, ബിനേഷാകാം, കണ്ണനാകാം. അപ്പുറത്ത് കണ്ണൂര് ചെന്നാൽ നിരവധിയാകാം. ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ, ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ വീണ് മരിച്ചവരുടെ എണ്ണം എത്രയാണ്? ഒരു ശരിയായ രാഷ്ട്രീയം പറഞ്ഞതിനാണ്. ഞങ്ങൾ ഈ രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കണമെന്ന് പറഞ്ഞതിനാണ്. കൊന്നവരാരൊക്കെയാ? കൊല്ലാവുന്നവരെല്ലാം കൊന്നു. ഭർത്താവിന്റെ പേര് പറയും, പെണ്ണിന്റെ പേര് മാത്രം പറഞ്ഞാൽ പെണ്ണിനെ ഇവിടെ അംഗീകാരമില്ല. നേരിന്റെ പക്ഷത്ത് നിൽക്കും. തല പോയാലും അധർമ്മത്തിന്റെ കൂടെ നിൽക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കും. വായനയിലൂടെ വളരും, വികസിക്കും. നാടിനു വേണ്ടി നമ്മൾ എത്ര മനോഹരമായി ജീവിച്ചാലും മരിക്കും. ഞങ്ങളൊക്കെ നേരത്തെ മരിക്കും. നിങ്ങൾ കുറേ കാലം കഴിഞ്ഞു. ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഇത്തിരി വട്ടത്തിന്റെ പേരാ ജീവിതം. ആ ജീവിതത്തിൽ നന്മ ചെയ്താൽ നമുക്കും സന്തോഷമുണ്ടാകും, നാടിനും ഉണ്ടാകും. നന്മയ്ക്ക് വേണ്ടിയുള്ള വാദം ചിലപ്പോൾ ഒറ്റപ്പെട്ടൊന്നും വരും. നിങ്ങളെ ഭ്രാന്തനെന്ന് വിളിക്കും. ഇവൻ ജീവിക്കാൻ മറന്നുപോയവെന്ന് പറയും. എന്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന അമൂല്യമായ ശേഖരമായിരിക്കും അത്. KG നിഖിലിനെ ക്ഷണിച്ചോളൂ. പോയിട്ടുണ്ടെങ്കിൽ പ്രിയാമുരി ഹരി, അതിനുശേഷം ശ്രീഹരി.
ദേവപ്രിയ ലോക്കൽ സെക്രട്ടറി എസ് കരുണ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ വിനിജിൽ, CPIM ഏരിയ കമ്മിറ്റി അംഗം AK ഗിരീഷ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി NS സൂരജ്, കൂടാതെ SSLC +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ. ഈ യോഗം ഇലക്സാക്ഷി യോഗം നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി നമ്മളെ സഹായിച്ച പള്ളിപ്പുറത്തെ സുമനസുകൾ, കരകന്മാർ, കച്ചവടക്കാർ, കൂടാതെ 50ഓളം തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠനോപകരണങ്ങൾ നൽകി സഹായിച്ച അഭിലാഷ് ഏട്ടന്റെ നല്ലവരായ സുഹൃത്തുക്കൾ, തിരുവനന്തപുരത്തെ സുഹൃത്തുക്കൾ, കൂടാതെ ഇവിടെ യോഗത്തിലും പ്രകടനത്തിലും പങ്കെടുത്ത മുഴുവൻ സഹാക്കൾക്കും എന്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും ഊഷ്മളമായി നന്ദി അറിയിക്കുന്നു. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ